ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ മൂവി കുമ്മാട്ടിക്കളി. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിൻസെന്റ് സെൽവ രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ഹ്യൂമർ മൂവിയാണ് കുമ്മാട്ടിക്കളി. ഈ ചിത്രം ഓഗസ്റ്റ് 14 യൂട്യൂബിലൂടെ സൗജന്യമായി ലഭ്യമാകും. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് ഹരിഹര വീരമല്ലു. പവൻ കല്യാണിനെ കേന്ദ്ര കഥാപാത്രമാക്കി AM ജ്യോതി കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയാണ് ഹരിഹര വീരമല്ലു. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഇത് റിലീസ് ചെയ്യും. അടുത്ത ഒരു മലയാളം മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ദയ മോഷ്ടികനായ ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം 22 ഇത് റിലീസ് ചെയ്യും. അടുത്ത ഒരു മലയാളം മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 15 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S. വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസംബന്ധം ബന്ധുമിത്രാദികൾ. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. അവിടെ സാവിത്രി അമ്മയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. മകൾ, മരുമകൻ, പേരക്കുട്ടി 5 വിവാഹ നിശ്ചയം അടുത്തു വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്ത് ഒരു മരണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഇത് റിലീസ് ചെയ്യും. അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ബസൂടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്.